ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം 3-ാമത്തെ സ്വർഗവും ദൈവത്തിൻ്റെ സിംഹാസനവും എന്നാകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. 3 സ്വർഗങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ സ്വർഗമെന്ന് പറയുന്നത് ദൃശ്യമായ ഈ പ്രപഞ്ചവും ആകാശവും മറ്റുമാണ്. അതാണ് സങ്കീർത്തനത്തിൻ്റെ 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 3-ാമത്തെ സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന പറുദീസയാണ്. പൗലോസ് ഒരിക്കൽ എടുക്കപ്പെട്ടതും ഈ 3-ാം സ്വർഗത്തിലേക്കാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. 1-ഉം 3-ഉം സ്വർഗങ്ങൾക്കിടയിലാണ് 2-ാമത്തെ സ്വർഗം. നാം പ്രാർത്ഥിക്കുമ്പോൾ അത് 2-ാം സ്വർഗത്തെ തുളച്ചു വേണം 3-ാം സ്വർഗത്തിലെത്താൻ. 2-ാം സ്വർഗത്തെ തുളച്ച് കടക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ദൈവസ്തുതിയുടെ മുമ്പിൽ സാത്താന് നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നിർത്തിയിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കുക. അങ്ങനെ 3-ാം സ്വർഗവുമായി ബന്ധം സ്ഥാപിച്ച ശേഷം മാത്രം വീണ്ടും പ്രാർത്ഥിക്കാൻ തുനിയുക. മഹാസർപ്പത്തെയും അവൻ്റെ ദൂതന്മാരെയും 2-ാം സ്വർഗത്തിൽ നിന്ന് തള്ളിയിടുക എന്നതാണല്ലോ നാം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ അവനെ തള്ളിക്കളയുന്നതായ ഈ രംഗത്ത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് പതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യേശു ഒരിക്കൽ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണത് വായിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ ആദ്യത്തെ പതനവും അവൻ പിശാചായി മാറിയതും യേശു കണ്ടിട്ട്, എന്നാൽ സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നതും അഗാധകൂപത്തിൽ ബന്ധിക്കുന്നതും ഒടുവിൽ തീപ്പൊയ്യിൽ തള്ളിക്കളയുന്നതും അവിടുന്ന് മുൻകൂട്ടി കണ്ടു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും സാത്താൻ്റെ സകല ശക്തികളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവയൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. അപ്പോൾ യേശു കണ്ടത് നാമും കണ്ടാൽ നാം പിന്നെ സാത്താനെ പേടിക്കുകയില്ല. അവൻ തോറ്റ ശത്രുവാണ്. നമ്മുടെ കർത്താവ് അവനെ കാൽവറിയിൽ തോൽപ്പിച്ചു. ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു വിശ്വാസിയും സാത്താനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തികച്ചും പരിഹാസ്യമായി. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാത്താൻ്റെ പതനം കാണത്തക്ക വിധം നിങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. തൻ്റെ അന്തിമനാശം വിവരിക്കുന്ന പുസ്തകമായതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെയും സാത്താൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. അതാണ് സാത്താൻ്റെ പ്രത്യേകത. അത് കാരണം അവൻ്റെ അധപതനത്തെക്കുറിച്ചാണല്ലോ അതിനകത്ത് മൊത്തം എഴുതിയിരിക്കുന്നത്. പിശാചിനുള്ള മറ്റൊരു പേര് സാത്താൻ എന്നാണ്. അർത്ഥം എതിരാളി അഥവാ ശത്രു എന്നൊക്കെയാണ്. അവൻ ദൈവത്തിൻ്റെയും സത്യത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും എതിരാളിയാണ്. അവനെ വഞ്ചകൻ എന്നും വിളിച്ചിരിക്കുന്നു. മുഴു ലോകത്തെയും ചതിക്കുന്നവനാണവൻ. അങ്ങനെ ചതിയും വഞ്ചനയും മാത്രമായി അവൻ്റെ ജോലി തുടരുകയാണല്ലോ. നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് സാത്താനെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അപവാദം പറയുന്നവൻ, കുറ്റം ചുമത്തുന്നവൻ, ഇങ്ങനെയുള്ള എല്ലാ തൊഴിലും അവൻ്റെ കയ്യിലുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഈ സാത്താനെ ജയിച്ച അനേകരെ കാണാം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല.
നമ്മുടെ ജീവിതവും ഇതുപോലെ സാക്ഷ്യമുള്ളതായിരിക്കട്ടെ. സാത്താനെ ജയിച്ച് യേശു ക്രിസ്തുവിൽ നമുക്ക് അനുഗ്രഹപൂർണരായി നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാൻ പ്രത്യാശ നിറയാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.